വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹംപിയിലെ ഈവനിങ് പോകാൻ പറ്റിയ ഏത് സ്ഥലമുണ്ടെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഹേമകുട ഹില്ലിനെ കുറിച്ച് കേട്ടത്. ഹേമകുട ഹിൽ സൺറൈസും സൺസെറ്റും കാണാൻ ഏറ്റവും ഫേമസ് ആണത്രേ. വീരപക്ഷ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഈ സ്ഥലമെന്നാണ് പറഞ്ഞറിഞ്ഞത്. അതായത് ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ഡ്രൈവ്. ഇതാണ് ഹേമകുട ഹിൽ. ഇവിടെ വെറും ഹില്ല് മാത്രമല്ല കേട്ടോ, ഈ കുന്നിൻ്റെ അടുത്ത് ഒരു വലിയ അമ്പലം തന്നെയുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ വീരപക്ഷ ക്ഷേത്രവും കാണാൻ കഴിയും. ഈ പാറക്കെട്ടുകളിലൂടെ മേലേക്ക് കയറിയാൽ സൺസെറ്റും ഒക്കെ നന്നായി കാണാൻ പറ്റും കേട്ടോ. ശരിക്കും പറഞ്ഞത് ശരിയാണ്. നമ്മളെത്തുന്നത് ഒരു വൈകുന്നേരം 6:30 സമയമായിരുന്നു. ഇപ്പോൾ സൺസെറ്റിൻ്റെ സമയമല്ലേ, നല്ല തണുത്ത കാറ്റും നല്ല ബ്യൂട്ടിഫുൾ സീനറിയും ഒക്കെ ആയിട്ട്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ 6:30 മണിക്കാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് തന്നെ. അപ്പോഴത്തേക്കും സൺസെറ്റും വന്നു, അറ്റ് ദ സെയിം ടൈം തന്നെ സെക്യൂരിറ്റിയും വന്നു. 6:30 കഴിഞ്ഞാൽ അവിടെ ആരെയും ഇരുത്തില്ല അത്രേ, സേഫ്റ്റി ഇഷ്യൂസ് കാരണം. അങ്ങനെ ഞങ്ങൾക്ക് കയറി ഒരു 10-15 മിനിറ്റ് സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. യുനെസ്കോ ഹംപിയിലെ ഈ സ്മാരകങ്ങളെയെല്ലാം വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചു. അതിൽപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് മോണ്യുമെന്റ്സിലെ ഒരു സൈറ്റാണ് ഈ ഹേമകുട ഹിൽ. വിശാലവും പരന്നും കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നടന്ന് കാണാൻ വളരെ എളുപ്പമാണ്. അവിടെ എവിടെയായി കാണുന്നത് ചെറിയ ചെറിയ അമ്പലങ്ങളും ചെറിയ മണ്ഡപങ്ങളും ഒക്കെയാണ്. ഇവിടെ കാണുന്ന എല്ലാ ക്ഷേത്രങ്ങളും കൽമണ്ഡപങ്ങളും അത്ഭുതകരമായ ശില്പകലയുടെ മികവിൻ്റെ ഉദാഹരണങ്ങളാണ്. ഓരോ ശില്പത്തിലും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും കലാപാരമ്പര്യത്തെയും വ്യക്തമായി കൊത്തിവെച്ചിട്ടുണ്ട്. ഹേമകുട ഹില്ലിൽ നിന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തെ തൊട്ടടുത്തുള്ള വീടിൻ്റെ മുകളിലുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ ഡിന്നറും കൂടി കഴിച്ച് പിന്നെ ഹംപിയിലെ 2ാമത്തെ ദിവസവും കഴിഞ്ഞു.